കുക്കിങ്ങിൻ്റെ ABC പോലും അറിയാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഉള്ളിയൊന്നും വഴച്ച ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 3 സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഞാനൊരു 1/2 കിലോൻ്റെയും 3/4 കിലോൻ്റെ ഇടയിൽ ചിക്കൻ എടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ 1 കിലോ ചിക്കനൊക്കെ ആണെങ്കിൽ ഒരു 4 സവാളയൊക്കെ എടുക്കാം. പിന്നെ ഞാൻ 3 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു 3 തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ ഇപ്പോൾ ഫ്രഷ് ആയിട്ട് ചതക്കുന്നതാണ്, പച്ചമുളകും കൂടെ ചതച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടാണ്. പിന്നെ ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിൻ്റെ 1/2 ടീസ്പൂണിൻ്റെ ഇടയിൽ മാത്രം മുളക് പൊടി എടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഞാനിതിൽ ഓൾറെഡി ഉള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. അധികം പുളിയില്ലാത്ത തൈരാണ്, നാരങ്ങനീരായാലും മതി. പിന്നെ ഒരു 2 ഏലക്ക, 4 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, ഇത്രയും സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മിയെടുക്കുകയാണ്. അപ്പോൾ സവാള കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്യാൻ നോക്കുക, അതാണ് കുറച്ചുകൂടി നന്നാവുക. അപ്പോൾ നന്നായിട്ട് നമുക്ക് തിരുമ്മിയെടുക്കുക. ഇത് വാപ്പ റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. വാപ്പ ഷെഫാണ്, എൻ്റെ പഴയ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയാം. അപ്പോൾ വാപ്പാൻ്റെ ഒരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ചാനലിലിട്ട് എല്ലാ ബിരിയാണി റെസിപ്പിയും നല്ല ഹിറ്റാണ്, വാപ്പാൻ്റെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ചേർത്തിട്ട് ഇനി നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ 1 കിലോ ചിക്കൻ അല്ലെങ്കിൽ 1.5 കിലോ ചിക്കൻ ആണെങ്കിൽ സവാളയും ഇതൊക്കെ നേരെ ഡബിളാക്കി എടുക്കരുത്. അതിനനുസരിച്ച് നോക്കിയിട്ട് മാത്രം എടുക്കുക. ഒരു 4 പകരമായിട്ട് ഒരു 6 അങ്ങനെയൊക്കെ എടുത്താൽ മതി. മസാല എത്ര വേണോ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് ഇത് ഞാനൊന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. കുറേ വേണ്ട, ചിക്കനിൽ നിന്ന് ഓൾറെഡി എന്തായാലും വെള്ളം വരും, അപ്പോൾ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണി മസാല ആയാലും കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരുപാട് ഡ്രൈ ആക്കിയിട്ടല്ല നമുക്ക് വേണ്ടത്, കുറച്ച് വെള്ളത്തോടെയാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കുക ബാക്കിയും കൂടെ. അപ്പോൾ ഏകദേശം ഒരു 90% വെന്താൽ മതി, ബാക്കി നമ്മൾ അടച്ചു വെക്കുമ്പോൾ വെന്തോളും. അപ്പോൾ നമ്മളിത് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ഇത്തിരി ഒന്ന് വെള്ളം ഉണ്ട് കേട്ടോ, അത് ഇരുന്നോട്ടെ, അങ്ങനെ തന്നെയാണ് വേണ്ട. അപ്പോൾ നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ ചോറ് വെക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നിറയെ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വയനയില, അതുപോലെ തന്നെ ഒരു കഷ്ണം പട്ട, 2 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു 2-3 ഗ്രാമ്പു, ഇത്രയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ 2 കപ്പ് അരിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ എടുത്താൽ മതി. അപ്പോൾ അരി ആദ്യമേ നന്നായിട്ട് കഴുകി ഒരു 1/2 മണിക്കൂർ കുതിർത്തിയിട്ടുണ്ടാവണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുതിർത്തി വെച്ചിട്ടുള്ള അരി ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പം ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ചോറ് ഏകദേശം വെന്തിട്ടുള്ളൂ, മൊത്തം വെന്തിട്ടില്ല. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ വെള്ളത്തോടെ ഉണ്ടാവണം ചോറ്. ഈ ഒരു പരുവത്തിലാണ് നമ്മളിനി ദം ഇടുന്നത്, അപ്പോഴാണ് നല്ല ഫ്ലേവർ വരിക. അപ്പോൾ നമുക്ക് നേരത്തെ ആ ഒരു മസാലേൻ്റെ മേലെയായിട്ട് ഈ ചോറ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. വറ്റുന്നവരെ വെയിറ്റ് ചെയ്യരുത് കേട്ടോ, വെള്ളം വറ്റുന്നവരെ വെയിറ്റ് ചെയ്യരുത്. ചോറ് പകുതിയേ വെന്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കുക. തീ കത്തിച്ചിട്ടില്ല കേട്ടോ, നമുക്കെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മേലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് പശുവും പാലിൽ ഇത്തിരി മഞ്ഞളൊന്ന് കലക്കിയിട്ട് ഒരു മഞ്ഞ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1-2 സ്പൂൺ മതി. ഇനി ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് ബിരിയാണി മസാലയും നമുക്കൊന്ന് തൂവി കൊടുക്കുക, അല്ലെങ്കിൽ ഗരം മസാല ആയാലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ നെയ്യും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നമ്മൾ അടിയിൽ ഇച്ചിരി വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ 10 മിനിറ്റൊക്കെ ഏകദേശം ഇരിക്കും. അപ്പം നിങ്ങളുടെ കയ്യിൽ ഒട്ടും വെള്ളം ഇല്ലാണ്ടാവരുത് കേട്ടോ, അപ്പോൾ അടുക്കി പിടിക്കും. അപ്പോൾ 10 മിനിറ്റൊക്കെ നമ്മൾ വേവിച്ച് ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ദമ്മ് പൊട്ടിക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചോറ് മാത്രം മിക്സ് ചെയ്താൽ മതി കേട്ടോ, നമ്മൾ മേലെയുള്ള ആ ചോറൊന്ന് മഞ്ഞ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ചോറ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും.
ഇങ്ങനെയാകുമ്പോൾ ആ മസാലേൻ്റെ ആ ഒരു മണവും രുചിയൊക്കെ ചോറിൽ നന്നായിട്ട് പിടിക്കും കേട്ടോ. ചോറ് മുഴുവൻ വേവാതെ നമ്മൾ ചേർക്കുമ്പോൾ. അപ്പോൾ വാപ്പയ്ക്ക് അങ്ങനെയാണ് ചെയ്യാറുള്ളത്, എല്ലാ ബിരിയാണിക്കും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മസാല ഒന്ന് കോരി പാത്രത്തിലാക്കിയിട്ട് അതിൻ്റെ മേലെയായിട്ട് ചോറ് വെച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ നമ്മൾ തലശ്ശേരി ബിരിയാണി പിന്നെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഒത്തിരി പേര് ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ബിരിയാണി റെസിപ്പീസാണ്. അപ്പോൾ പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ റൈസിൻ്റെ റെസിപ്പീസിനകത്ത് നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ കൂടെ സാലഡും അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി അച്ചാറും കൂടിയാണ് കേട്ടോ ഞാൻ സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ഈസി ബിരിയാണിയാണ്, ബാച്ചിലേഴ്സിന് പോലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ഡിയാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പെരുന്നാളിന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.